അരിയൊക്കെ പ്രിപ്പയർ ആയ സ്ഥിതിക്ക് നമുക്ക് ദമ്മിടാനുള്ള പലയിടത്തും പല രീതിക്കാവും ദമ്മിട. എന്റെ വീട്ടിൽ ദമ്മിട പറഞ്ഞാൽ റൈസിന് നടുവിൽ ചെറിയൊരു പാത്രം വെച്ച് കനലൂട്ടിട്ട് കുക്കറിനോട്ട് മാത്രം തിന്നാൻ രസമില്ലല്ലോ. മന്തിക്കുള്ള റൈറ്റും മയോണൈസ് ഒക്കെ വേണ്ടേ? അതുണ്ടാക്കുന്ന രംഗമാണ് ഇപ്പൊ നിങ്ങളീ കാണിച്ച സാധനങ്ങൾ എന്തൊക്കെയാന്നല്ലേ? ടൊമാറ്റോ, ഒനിയൻ, ഗ്രീൻ ചില്ലി ആൻഡ് മല്ലിച്ചപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എയറിലാവും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ പറച്ചിൽ അങ്ങോട്ട് നിർത്തി. അതിനുശേഷം കുറച്ച് ഉപ്പും കുറച്ച് സുർക്കി അങ്ങോട്ട് പോയി. നിങ്ങളിപ്പോ വിചാരിക്കണ്ടോ എന്താ ഇപ്പൊ ഇന്ത്യ മിക്സിക്ക്? ഇന്ത്യ നമുക്ക് ഭയങ്കര കുറവാ. അതുകൊണ്ട് മിക്സിക്ക് കുപ്പായിട്ട് കൊടുത്തതാണ് ഇപ്പൊ നിങ്ങളീ കാണുന്നത്. നല്ലപോലെ അടിച്ചില്ല എന്ന് ഉമ്മ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വലിയ ടോപ്പായിട്ട് ഒരു തിരി അങ്ങോട്ട് തിരിച്ചു. മൊത്തമായി ഇതാണ് അറിയാത്ത പണിക്ക് പോയുള്ള പ്രശ്നം. ഇപ്പൊ റൈത്ത് ഉണ്ടാക്കിയതാ. എന്നാ റൈത്ത് മുഴുവൻ പകുതി മുക്കാലും ഇത്തുണ്ടാക്കല് ഭൂലോക തോൽവിയായെങ്കിലും ഞാൻ മയോണൈസിൽ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യം കോഴിമുട്ടിയും പൊട്ടിച്ച് രണ്ടല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് അതിനുശേഷം ഓയിലും പറഞ്ഞു കുറച്ച് സുർക്കിയും പറഞ്ഞു കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങോട്ട് അടിക്കാൻ പോണ രംഗാണ് ഇപ്പൊ ഇങ്ങളി. മയോണൈസ് പിന്നെ ഞാൻ പണ്ടേ ഉണ്ടാക്കല്ല. അതുകൊണ്ട് മയോണൈസ് ഉണ്ടാക്കണേല് ഞാൻ വലിയ കൊള്ളു മയോണൈസും മന്തിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് തിന്നാനുള്ള യോഗം. മന്തിമ കെട്ടി പറഞ്ഞു ഓഫീസിൽ പോകാൻ സമയമായി. അപ്പൊ ബാക്കി നാളെ